ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 5ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ബേസിക് സയൻസിലെ മാജിക് ഓഫ് സെൻസസ് ഇന്ദ്രിയജാലം എന്ന പാഠഭാഗത്തിലെ കംപ്ലീറ്റ് ആയിട്ടുള്ള നോട്ട്സും അതുപോലെ തന്നെ ലെറ്റ്സ് അസസ് വിലയിരുത്തൽ പ്രവർത്തനവുമാണ് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മൾ ചാപ്റ്ററിൻ്റെ എക്സ്പ്ലനേഷനും അതിലെ ടെക്സ്റ്റിലെ ആക്ടിവിറ്റീസും എല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ പോയി കാണാം. ഇംഗ്ലീഷ് മീഡിയവും മലയാളം മീഡിയവും സെപ്പറേറ്റ് ആയിട്ടാണ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. നോട്ട്സ് നമുക്ക് രണ്ടും കൂടെ ഒരുമിച്ച് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ സെൻസ് ഓർഗൻസ്? ജ്ഞാനേന്ദ്രിയങ്ങൾ എന്നാൽ എന്ത്? Creatures have different types of organs that help them to understand the surroundings. These organs are called sense organs. Ears, nose, eyes, tongue and skin are the sense organs of human beings. ചുറ്റുപാടുകളെ മനസ്സിലാക്കുന്നതിന് സഹായിക്കുന്ന വിവിധതരം അവയവങ്ങൾ ജന്തുക്കൾക്കുമുണ്ട്. ഈ അവയവങ്ങളാണ് ജ്ഞാനേന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത്. കണ്ണ്, ചെവി, നാക്ക്, മൂക്ക്, ത്വക്ക് എന്നിവയാണ് മനുഷ്യരുടെ ജ്ഞാനേന്ദ്രിയങ്ങൾ. രണ്ടാമത്തെ ചോദ്യം, ഹൗ ഡസ് ദ പൊസിഷൻ ഓഫ് ദ ഐസ് ഹെൽപ്പ് ദ ക്രിയേച്ചേഴ്സ്? കണ്ണിന്റെ സവിശേഷതകൾ എങ്ങനെയാണ് ജീവികൾക്ക് സഹായകമാകുന്നത്? Animals with eyes on the front of their heads are able to precisely understand the position and distance of the object. This peculiarity of animals like tigers and lions help them to catch their prey. Animals with eyes on the sides of their heads are able to see both the sides. This feature helps animals like deer and rabbit escape from their predators. തലയുടെ മുൻവശത്ത് കണ്ണുകൾ ഉള്ള ജീവികൾക്ക് വസ്തുക്കളുടെ അകലവും വ്യത്യാസവും കൃത്യമായി അറിയാൻ കഴിയുന്നു. കടുവ, സിംഹം തുടങ്ങിയ ജീവികളുടെ ഈ പ്രത്യേകത അവയെ ഇരപിടിക്കാൻ സഹായിക്കുന്നു. തലയുടെ ഇരുവശങ്ങളുള്ള കണ്ണുകളുള്ള ജീവികൾക്ക് മറ്റു വശങ്ങളിൽ ഉള്ള കാഴ്ചകൾ സാധ്യമാകുന്നു. മാൻ, മുയൽ തുടങ്ങിയ ജീവികൾക്ക് ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാൻ ഈ പ്രത്യേകത സഹായിക്കുന്നു. അടുത്ത ചോദ്യം, which features help the visually challenged individuals to recognize the കറൻസി നോട്ട്? നോട്ട് തിരിച്ചറിയാൻ കാഴ്ച വെല്ലുവിളി നേരിടുന്നവരെ സഹായിക്കുന്ന സവിശേഷതകൾ എന്തൊക്കെയാണ്? The tactile lines on the sides of the notes and the difference in size and the visually challenged to identify them. 100 rupees note has 4 lines in the center. On both sides there is a small gap after 2 of those 4 lines. നോട്ടുകളിലെ വശങ്ങളിലുള്ള ടോക്റ്റെയിൽ വരകളും വലിപ്പ വ്യത്യാസവുമാണ് കാഴ്ച വെല്ലുവിളി നേരിടുന്നവരെ അവ തിരിച്ചറിയാൻ സഹായിക്കുന്നത്. 100 രൂപ നോട്ട് 2 വശത്തും മധ്യഭാഗത്ത് 4 വര, ആ വരകളിൽ 2 എണ്ണം കഴിഞ്ഞു ഒരു ചെറിയ വിടവുണ്ട്. 500 രൂപ നോട്ടിൽ 5 വരകൾ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് അവർ മനസ്സിലാക്കാൻ കഴിയുന്നത്. അടുത്ത ചോദ്യം, വിച്ച് ഫീച്ചേഴ്സ് ഓഫ് ദ ഡിവൈസസ് ലൈക്ക് മൊബൈൽ ഫോൺ, വാച്ചസ്, കമ്പ്യൂട്ടേഴ്സ് എക്സെട്ര ഹെൽപ്പ് വിഷ്വലി ചലഞ്ചഡ് പീപ്പിൾ? മൊബൈൽ ഫോൺ, വാച്ച്, കമ്പ്യൂട്ടർ തുടങ്ങിയ ഉപകരണങ്ങളുടെ എന്തെല്ലാം പ്രത്യേകതകളാണ് കാഴ്ച വെല്ലുവിളി നേരിടുന്നവരെ സഹായിക്കുന്നത്? വാച്ചിൽ ടാക്ടൈൽ വാച്ച്, ടോക്കിംഗ് വാച്ചും ഉണ്ടായിരിക്കും. മൊബൈലിൽ ലുക്ക് ഔട്ട് ആപ്പും ടോക്ക് ബാക്ക് ആപ്പും ഉണ്ടായിരിക്കും. കമ്പ്യൂട്ടറിലാണെങ്കിൽ ജാബ്സ് അതുപോലെ തന്നെ ഓർബിറ്റ് റീഡറും ഉണ്ടായിരിക്കും. വാച്ചിൽ ടോക്ടൈൽ വാച്ച്, ടോക്കിംഗ് വാച്ച്, മൊബൈലിൽ ലുക്ക് ഔട്ട് ആപ്പ്, ടോക്ക് ബാക്ക് ആപ്പ്. കമ്പ്യൂട്ടറിലാണെങ്കിൽ ടാക്ടൈൽ കീബോർഡ്, ജാസ്, ഓർബിറ്റ് റീഡർ. ഓക്കെ, ഇതൊക്കെയാണ് അവരെ ഹെൽപ്പ് ചെയ്യുന്നത്. ഫോർത്ത് ക്വസ്റ്റ്യൻ, വാട്ട് ഹെൽത്ത് ഹാബിറ്റ് ഷുഡ് യു ഫോളോ ഫോർ ദ ഹെൽത്ത് ഓഫ് ദ ഐസ്? കണ്ണുകളുടെ ആരോഗ്യത്തിന് നാം പാലിക്കേണ്ട ആരോഗ്യശീലങ്ങൾ എന്തൊക്കെയാണ്? ഡു നോട്ട് റൺ ദ ഐസ്. റബ്ബ്. ഓക്കെ, ഡു നോട്ട് റബ് ദ ഐസ്. ഡു നോട്ട് ടച്ച് ഇൻസൈഡ് ദ ഐ. Do not watch television in dim light. Do not use mobile phones, computers, television, etc. for a long period of time. Do not use the handkerchief used by others. Read in a well-lit place. Get the eyes tested periodically. Include leafy vegetables and fruits. എന്തൊക്കെയാണ്? കണ്ണുകൾ തിരുമാതിരിക്കുക, മങ്ങിയ വെളിച്ചത്ത് TV കാണാതിരിക്കുക, കണ്ണിനുള്ളിൽ സ്പർശിക്കാതിരിക്കുക, ദീർഘസമയം മൊബൈൽ ഫോണ്, കമ്പ്യൂട്ടർ, TV തുടങ്ങിയവ ഉപയോഗിക്കാതിരിക്കുക, മറ്റുള്ളവർ ഉപയോഗിച്ച് തൂവാലകൾ ഉപയോഗിക്കാതിരിക്കുക, ആവശ്യത്തിന് വെളിച്ചം ലഭിക്കുന്ന സ്ഥലത്തിരുന്ന് വായിക്കുക, കണ്ണിൻ്റെ പ്രശ്നങ്ങൾ നേരത്തെ തിരിച്ചറിയാൻ ഇടയ്ക്കിടെ കാഴ്ച പരിശോധന നടത്തുക, ഇലക്കറികളും പഴങ്ങളും പച്ചക്കറികളും അടങ്ങിയ ആഹാരം കഴിക്കുക. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ചെയ്യേണ്ടത്. അഞ്ചാമത്തെ ചോദ്യം, വാട്ട് ആർ ഹിയറിംഗ് എയ്ഡ്സ്? ശ്രവണ സഹായികൾ എന്നാൽ എന്ത്? ഹിയറിംഗ് എയ്ഡ്സ് ആർ ഡിവൈസസ് ടു സോൾവ് ദ പ്രോബ്ലം ഓഫ് ലോസ് ഹിയറിംഗ്. ഹിയറിംഗ് എയ്ഡ്സ് ആർ യൂസ്ഡ് ടു ഇൻക്രീസ് സൗണ്ട് വോളിയം ആൻഡ് ക്ലാരിറ്റി. കേൾവിക്കുറവിന്റെ പ്രശ്നം പരിഹരിക്കാനുള്ള ഉപകരണങ്ങളാണ് ശ്രവണ സഹായികൾ എന്ന് പറയുന്നത്. ശബ്ദത്തിന്റെ അളവും വ്യക്തതയും വർദ്ധിപ്പിക്കാൻ ശ്രവണ സഹായികൾ സഹായിക്കുന്നു.
ഇനി ആറാമത്തേത് വാട്ട് ഷുഡ് ബി കെയർഫുൾ ടു പ്രൊട്ടക്ട് ദ നോസ്. മൂക്കിൻ്റെ സംരക്ഷണത്തിനായി എന്തെല്ലാം ശ്രദ്ധിക്കണം? Do not put any object inside the nose. Do not blow your nose forcefully. Do not bath in impure water. മൂക്കിൽ യാതൊരുവിധ വസ്തുക്കളും ഇടരുത്. ശക്തിയായി മൂക്ക് ചീറ്റരുത്. അശുദ്ധ ജലത്തിൽ കുളിക്കുകയും ചെയ്യരുത്. 7th one, what are the functions of tongue? നാവിൻ്റെ ധർമ്മങ്ങൾ എന്തെല്ലാമാണ്? ടോക്കിംഗ്, ടേസ്റ്റിംഗ്, helps in swallowing, helps to move food inside the mouth so that teeth can chew it. എന്തൊക്കെയാണ്? രുചി അറിയാൻ, സംസാരിക്കുക, വിഴുങ്ങാൻ സഹായിക്കുന്നു, പല്ലുകൾക്ക് ചവച്ചിറക്കാൻ, പാകത്തിന് ആഹാരത്തെ വായ്ക്കുള്ളിൽ ചലിപ്പിക്കുന്നു. ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള ധർമ്മം അല്ലെങ്കിൽ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓർഗൻ ഹെൽപ്പ് യു ടു റെക്കഗ്നൈസ് ഒബ്ജക്റ്റ് ബൈ ടച്ച്? സ്പർശനത്തിലൂടെ വസ്തുക്കളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന അവയവം ഏതാണ്? The skin is the organ that helps us to recognize object by touch. The skin is the largest organ in the body. സ്പർശനത്തിലൂടെ വസ്തുക്കളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന അവയവമാണ് ത്വക്ക്. ശരീരത്തിലെ ഏറ്റവും വലിയ അവയവമാണ് ത്വക്ക്. 9th question, what are the functions of skin? ത്വക്കിന്റെ ധർമ്മങ്ങൾ എന്തെല്ലാമാണ്? The skin is the organ that helps us to recognize by touch. The skin helps us to feel sensations like hot and cold. It covers and protects our body. It prevents pathogens from entering the body. സ്പർശനത്തിലൂടെ വസ്തുക്കളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന അവയവമാണ് ത്വക്ക്. ചൂട്, തണുപ്പ് തുടങ്ങിയവ അറിയുന്നതിനും ത്വക്ക് സഹായിക്കുന്നു. ശരീരത്തിനുള്ളിലേക്ക് രോഗാണുക്കൾ പ്രവേശിക്കാതെ ത്വക്ക് തടയുന്നു. ശരീരത്തിന്റെ ചൂട് നിയന്ത്രിക്കുന്നതിലും വിയർപ്പിലൂടെ മാലിന്യം പുറന്തള്ളുന്നതിനും ത്വക്ക് പങ്കുവഹിക്കുന്നുണ്ട്. 10th question ആണ്, വാട്ട് ഷുഡ് ബി കെയർഫുൾ ഇൻ പ്രൊട്ടക്റ്റിംഗ് ദ സ്കിൻ? ത്വക്കിന്റെ സംരക്ഷണത്തിനായി നമ്മൾ എന്തെല്ലാം ശ്രദ്ധിക്കണം? വി ഷുഡ് കീപ് ദ സ്കിൻ ക്ലീൻ. വി ഷുഡ് ഡ്രിങ്ക് സഫിഷ്യൻറ്റ് വാട്ടർ. വി ഷുഡ് ഇൻക്ലൂഡ് ലീഫി വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട് ഇൻ അവർ ഡയറ്റ്. വി ഷുഡ് ക്ലീൻ ദ സ്കിൻ വെരി വെൽ വൈൽ ബാത്തിങ്. എന്തൊക്കെയാണ്? ത്വക്ക് വൃത്തിയായി സൂക്ഷിക്കണം, ആവശ്യത്തിന് വെള്ളം കുടിക്കണം, ത്വക്കിൻ്റെ ആവശ്യത്തിന് സഹായിക്കുന്ന ഇലക്കറികൾ, പഴങ്ങൾ എന്നിവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം, കുളിക്കുമ്പോൾ ത്വക്ക് നന്നായി വൃത്തിയാക്കണം, അമിതമായ ചൂട്, തണുപ്പ് എന്നിവയിൽ നിന്ന് ത്വക്കിനെ സംരക്ഷിക്കണം. ഇത്രയും കാര്യങ്ങൾ ചെയ്യണം. ഇനി നമുക്ക് ഇതിലെ വിലയിരുത്തൽ പ്രവർത്തനം നോക്കാം. വിലയിരുത്തൽ പ്രവർത്തനം ഒന്നാമത്തേത്, there are restrictions in working hours during extreme summer. What may be the reason? കടുത്ത വേനലിൽ തൊഴിൽ സമയങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്താറുണ്ട്. എന്തായിരിക്കും ഇതിൻ്റെ കാരണം? എന്തുകൊണ്ടാണ്? റെസ്ട്രിക്ഷൻസ് ഓൺ വർക്കിംഗ് ഹവേഴ്സ് ഡ്യൂറിങ് എക്സ്ട്രീം സമ്മർ പ്രൊട്ടക്ട് വർക്കേഴ്സ് ഫ്രം ദ ഹാർംഫുൾ എഫക്റ്റ് ഓഫ് എക്സസീവ് ഹീറ്റ് ആൻഡ് എൻഷുർ ദ സേഫ്റ്റി. ദ അൾട്രാവയലറ്റ് റേസ് ഫ്രം ദ സൺ harmful the eyes, skin, etc. Prolonged exposure to high temperature can lead to serious health issues like heat exhaustion and heat stroke. അമിത ചൂടിൻ്റെ ദോഷകരമായ ഫലങ്ങളിൽ നിന്ന് തൊഴിലാളികളെ സംരക്ഷിക്കുകയും അവരുടെ സുരക്ഷ ഉറപ്പാക്കുകയും ചെയ്യുന്നു. സൂര്യനിൽ നിന്നുള്ള അൾട്രാവയലറ്റ് രശ്മികൾ കണ്ണുകൾക്കും ത്വക്കിനും മറ്റും ദോഷം ചെയ്യുന്നു. കടുത്ത ചൂടിൽ ദീർഘനേരം ജോലി ചെയ്യുന്നത് ക്ഷീണം, സൂര്യാഘാതം തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങളിലേക്കും നയിക്കും. അപ്പോൾ ഇതുകൊണ്ടൊക്കെയാണ് ആ സമയങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്തുന്നത്. രണ്ടാമത്തെ ചോദ്യം, ഒരു വസ്തുവിൻ്റെ ഏതെല്ലാം സവിശേഷതകൾ കാഴ്ച, കേൾവി, സ്പർശം എന്നിവയിലൂടെ അറിയാം? പട്ടികപ്പെടുത്താനാണ് പറഞ്ഞിട്ടുള്ളത്. കാഴ്ചയിലൂടെ നമുക്ക് എന്തൊക്കെ അറിയാൻ പറ്റും? അതിൻ്റെ നിറം, വലിപ്പം, ആകൃതി, ഇതൊക്കെ അറിയാൻ വേണ്ടി പറ്റും അല്ലേ? കേൾവിയിലൂടെയാണെങ്കിൽ ശബ്ദം കൊണ്ട് വ്യക്തികളെയും ജീവികളെയും തിരിച്ചറിയാൻ വേണ്ടി പറ്റും. ശബ്ദത്തിൻ്റെ ദിശ മനസ്സിലാക്കാൻ പറ്റും. ശബ്ദത്തിൻ്റെ ഉറവിടവും മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. സ്പർശനത്തിലൂടെയാണെങ്കിൽ അത് കാഠിന്യമുള്ളതാണോ മൃദുത്വമുള്ളതാണോ അതിൻ്റെ താപനിലയുണ്ടോ എന്നുള്ളതും നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കും. ഓക്കെ, ഇനി ഇംഗ്ലീഷ് മീഡിയം, വാട്ട് ഫീച്ചേഴ്സ് ഓഫ് എൻ ഒബ്ജെക്റ്റ് ക്യാൻ ബി അണ്ടർസ്റ്റുഡ് ത്രൂ സൈറ്റ്? ഏതൊക്കെയാണ്? സൈറ്റിലൂടെയും ഹിയറിങ്ങിലൂടെയും ടച്ചിങ്ങിലൂടെയും ഏതൊക്കെ അറിയാൻ പറ്റും? സൈറ്റിലൂടെ കളർ, അതുപോലെ തന്നെ സൈസ്, ഷേപ്പ്, ഇതൊക്കെ അറിയാൻ വേണ്ടി പറ്റും. ഹിയറിങ്ങിലൂടെ ആണെങ്കിൽ റെക്കഗ്നൈസ് പേഴ്സൺസ് ആൻഡ് ക്രിയേച്ചേഴ്സ് ബൈ സൗണ്ട്, ഡയറക്ഷൻ ഓഫ് ദ സൗണ്ട്, സോഴ്സ് ഓഫ് സൗണ്ട്. ടച്ചിങ്ങിലൂടെ ഹാർഡ്നെസ്, സോഫ്റ്റ്നെസ്, ടെമ്പറേച്ചർ, ഇതൊക്കെ അറിയാൻ വേണ്ടി പറ്റും. മൂന്നാമത്തെ ചോദ്യമാണ്, ജീവികളുടെ പ്രത്യേക അവയവങ്ങളാണ് ചിത്രത്തിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ഇവ ഓരോന്നും ജീവിയെ എങ്ങനെ സഹായിക്കുന്നു എന്ന് കണ്ടെത്താനാണ്. ഒന്നാമത്തേത് പൂച്ചയുടെ മീശയാണ്. അടുത്തുള്ള വസ്തുക്കളെ തിരിച്ചറിയാനും തടസ്സങ്ങൾ ഒഴിവാക്കാനും സഹായിക്കുന്നു. ഇരയുടെ ചലനവും സ്ഥാനവും കണ്ടെത്താൻ ഇത് പൂച്ചകളെ സഹായിക്കുന്നു. മറ്റു പൂച്ചകളുമായി ആശയവിനിമയം നടത്താനും സഹായിക്കുന്നു.
ഇനി അടുത്തത് ആനയുടെ തുമ്പിക്കൈയാണ്. ശ്വസനത്തിന്, ഗന്ധമറിയാൻ, വെള്ളം കുടിക്കാൻ, ചിഹ്നം വിളിക്കുന്നത് പോലെയുള്ള ശബ്ദങ്ങൾ ഉണ്ടാക്കാൻ, പ്രതിരോധത്തിനും സംരക്ഷണത്തിനും. ഇനി ചിത്രശലഭത്തിൻ്റെ സ്പർശിനികൾ പൂക്കളിൽ നിന്ന് തേൻ നുകരാൻ വേണ്ടിയാണ്. പാറ്റയുടെ ആൻറ്റിനുകൾ താപനില, ഈർപ്പം, ഭക്ഷണ സാന്നിധ്യം എന്നിവ മനസ്സിലാക്കുന്നതിന്, തടസ്സങ്ങൾ ഒഴിവാക്കാനും വഴി കണ്ടെത്താനും സഹായിക്കുന്നു, ആശയവിനിമയം നടത്താനും സഹായിക്കുന്നു. English medium. The special organs of creatures are marked in the picture. Find out and write down how each them helps to the creature. എന്താണ് താഴെ കുറച്ച് ക്രിയേച്ചേഴ്സിൻ്റെ കുറച്ച് എന്താണ് പാർട്സ് തന്നിട്ടുണ്ട് അല്ലേ, ചില സ്പെഷ്യൽ ഓർഗൻസ് തന്നിട്ടുണ്ട്. ഇതെങ്ങനെയാണ് അവരെ ഹെൽപ്പ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റ് വൺ വിസ്കേഴ്സ് ഓഫ് ദ കാറ്റ് ആണ്. വിസ്കേഴ്സ് ഹെൽപ്പ് കാറ്റ്സ് ടു സെൻസ് നിയർ ബൈ ഒബ്ജക്റ്റ് ആൻഡ് അവോയ്ഡ് ഒബ്സ്റ്റക്കിൾസ്. ഇറ്റ് ഹെൽപ്സ് കാറ്റ് ടു ഡിറ്റക്ട് ദ മൂവ്മെൻറ്റ് ആൻഡ് പൊസിഷൻ ഓഫ് പ്രേ. ഹെൽപ്സ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് അതർ കാറ്റ്സ്. അടുത്തത് എൽഫന്റ് ട്രങ്ക് ആണ്. ഫോർ ബ്രീത്തിങ്, ഫോർ സ്മെല്ലിംഗ്, ഫോർ ഡ്രിങ്കിങ് വാട്ടർ, ടു മേക്ക് സൗണ്ട് സച്ച് ആസ് ട്രംറ്റിംഗ്, ഫോർ ഡിഫെൻസ് ആൻഡ് പ്രൊട്ടക്ഷൻ. നെക്സ്റ്റ് വൺ പ്രൊപ്പോസ്കിസ് ഓഫ് ബട്ടർഫ്ലൈ ആണ്. ഫോർ സക്കിംഗ് നെക്ടർ ഫ്രം ഫ്ലവേഴ്സ്. ലാസ്റ്റ് വൺ ആൻറ്റനീന ഓഫ് കോക്രോച്ച് ആണ്. ഫോർ സെൻസിങ് ദ ചേഞ്ചസ് ഇൻ ദ എൻവയോൺമെൻറ്റ് സച്ച് ആസ് ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി ആൻഡ് ദ പ്രസൻസ് ഓഫ് ഫുഡ്. helping them to avoid obstacles and find their way, to communicate with other cockroaches. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും അവരെ ഹെൽപ്പ് ചെയ്യുന്ന ഈ ഓർഗൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതോടുകൂടി ഈ ഒരു പാഠഭാഗം കഴിഞ്ഞു. ഇനി അവസാനത്തെ ചാപ്റ്ററാണ് നോക്കാനുള്ളത്. അത് ഉടൻ തന്നെ നമുക്ക് അപ്ലോഡ് ചെയ്യാം. എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.